മോനെ എവിടെയും പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു മാനവരാശിയെ വളരെയധികം സ്നേഹിക്കുന്നു. അവന് നമ്മൾ അവനിലായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അബൈഡ് ഇൻ മീ എന്നാ പറഞ്ഞിരിക്കും. എന്നിലായിരിക്കും, എന്നിൽ വസിക്കുക നിങ്ങൾ എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അവൻ നമ്മുടെ ശക്തിയല്ലെങ്കിൽ, യേശു നമ്മുടെ ജീവിതത്തിന്റെ ശക്തിയല്ലെങ്കിൽ, യേശു നമ്മുടെ ജീവിതത്തിന്റെ ബലമല്ല എങ്കിൽ നമ്മൾ വീണു പോവുക തന്നെ ചെയ്യും, അല്ലെ? അലറി വിളിക്കുന്ന സിംഹത്തെ പോലെയാണ് പിശാച് മനുഷ്യരുടെ ചുറ്റും നടക്കുന്നത്, പ്രത്യേകിച്ച് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളുടെ ചുറ്റും. യേശുവിലല്ല നമ്മുടെ ബലമെങ്കിൽ, നമ്മുടെ കാർണൽ നേച്ചറിലാണെങ്കിൽ, നമ്മുടെ എന്താ പറയുക ജഡത്തിലാണ് നമ്മുടെ ബലം എങ്കിൽ, ഈ ലോകത്തിലാ നിന്നാണ് നമ്മൾ ബലം എന്താ പറയുക എടുക്കുന്നതെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് പിശാചിന്റെ പിടിയിലായിപ്പോയി നമ്മൾ വീണു പോകുക തന്നെ ചെയ്യും. പക്ഷെ ദൈവത്തിന് ഒരിക്കൽ പോലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടണമെന്ന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ദൈവം എപ്പോഴും നമ്മളോട് പറയുന്നത്, അവനിൽ നിന്ന് നമ്മൾക്ക് ബലം കിട്ടട്ടെ, അവനിലായിരിക്കട്ടെ നമ്മളുടെ ശക്തി ഉള്ളത്, അല്ലെ? അപ്പോൾ നമുക്കറിയാം, ഡേവിഡിനെ പോലെ മഹാനായ ദൈവത്തിന്റെ ദാസന്മാര് ഡേവിഡ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, എന്റെ ഷീൽഡും എന്റെ പരിചയവും എന്റെ ബലവും എന്റെ ശക്തിയും യഹോവയാണെന്നുള്ളത്. അങ്ങനെ ആകട്ടെ നമ്മുടെ ജീവിതം, അല്ലെ? അത് തന്നെ ആകട്ടെ നമ്മളുടെ ജീവിതം. അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് പറയുന്നത്. ദൈവം യഹോവ, നമ്മുടെ യേശു. നമുക്കറിയാം, യഹോവ എന്നുള്ള പേരിലാണ് ദൈവം ഓൾഡ് ടെസ്റ്റ്മെന്റ് അറിയപ്പെട്ടിരുന്നെങ്കിൽ, യേശുവ എന്നുള്ള പേരിലാണ് ദൈവം ന്യൂ ടെസ്റ്റ്മെന്റിൽ അറിയപ്പെടുന്നത്, അല്ലെ? ദൈവം അവര് ഒന്നാണ്. യഹോവയും യേശുവയും ഒന്നാണ്, ഹോളി സ്പിരിറ്റും ഒന്നാണ്. അപ്പൊ യേശുവ, ജീസസ് ക്രൈസ്റ്റ് ആകട്ടെ നമ്മുടെ സ്ട്രെങ്ത്. അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളത്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം നമുക്ക് സംസാരിക്കാം. കർത്താവേ, നന്ദി, ഈ സമയത്തിനാണ് നന്ദി. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ മുമ്പിൽ വരാനായിട്ട് ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നതിനായിട്ട് നന്ദി കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങ് ഞങ്ങളുടെ ബലമാകട്ടെ കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങ് ഞങ്ങളുടെ പ്രേസ് ആകട്ടെ കർത്താവേ. അങ്ങനെ പോലെ ഒരു മൈറ്റി ആയിട്ടുള്ള ഗോഡ് ഇല്ല. അങ്ങനെ പോലെ ഇത്രയും ഗ്രേഷ്യസ് ആയിട്ടുള്ള ഒരു ഗോഡ് ഇല്ല, മൈറ്റി കിങ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ കരുണയ്ക്കായിട്ട്, അങ്ങയുടെ നന്മയ്ക്കായിട്ട് കർത്താവേ, അങ്ങ് ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. യേശുവേ, അങ്ങ് തിരിച്ചു വരുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളെയും കൂട്ടാൻ വേണ്ടി. പ്രൈസ് ആൻഡ് വർഷിപ്പ് ഫാദർ, ഹോളി സ്പിരിറ്റ് ഗോഡ്. നന്ദി യേശുവിൻ നാമത്തിൽ. ആമേൻ. ഡേവിഡിനെ പറ്റി അറിയാം. ഡേവിഡ് ദൈവത്തിന്റെ ഹൃദയത്തിന് പുറകെ നടന്ന വ്യക്തി. ഡേവിഡിന് ദൈവമല്ലാതെ വേറെ ഒരാളും ഉണ്ടായിരുന്നില്ല, അല്ലെ? ഉണങ്ങി വരണ്ടു കിടന്ന മരുഭൂമിയിലും ഡേവിഡ് ആയിരുന്ന സമയത്ത് ഡേവിഡിന് ഇങ്ങനത്തെ ഒരു പ്രാർത്ഥനയുള്ളൂ, ഇങ്ങനത്തെ ഒരു കാര്യമേ ഡേവിഡ് ആഗ്രഹിച്ചുള്ളൂ. ദൈവം, ഞാൻ എന്നാണ് ഇനി അങ്ങനെ ഒന്ന് കാണുന്നത്? അതായിരുന്നു ഡേവിഡിന്റെ ഹൃദയം, അല്ലെ? ഡേവിഡ് നമുക്ക് 27-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നമുക്ക് കാണാൻ പറ്റും. ഡേവിഡ് ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരൊറ്റ കാര്യം മാത്രം ദൈവത്തോട് ചോദിക്കാനുള്ളൂ, ഒരൊറ്റ ആഗ്രഹം മാത്രം എനിക്കുള്ളത്. ഡേവിഡ് ദൈവത്തെ അത്രമാത്രം സ്നേഹിച്ചത്. അപ്പൊ ഡേവിഡ് പറയുക, എനിക്ക് ദൈവത്തിന്റെ ആലയത്തിലായിരിക്കണം, ദൈവത്തിന്റെ ആ ബ്യൂട്ടി കണ്ടുകൊണ്ട്, ദൈവത്തിന്റെ ബ്യൂട്ടിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം, ദൈവത്തിൽ നിന്ന് എൻക്വയറി ചെയ്യണം, എന്ന് വെച്ചാൽ ദൈവത്തോട് സംസാരിക്കണം, എനിക്ക് ദൈവത്തോട് ചോദിക്കണം, ദൈവത്തിന്റെ ആ മനോഹാരിത കണ്ടുകൊണ്ടിരിക്കണം. അതാണ് ഡേവിഡിന്റെ ഹൃദയം. എപ്പോഴും ദൈവത്തിനൊപ്പമായിരിക്കണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഡേവിഡ്, അല്ലെ? ദൈവത്തിന്റെ ഹൃദയത്തിന് പുറകെ നടന്നിരുന്ന ആള്. അപ്പൊ അത് തന്നെയാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഡേവിഡിനെ പോലെ ഒരു ഹൃദയമുള്ളവരായിരിക്കും. അപ്പൊ ഡേവിഡും മോസസും അങ്ങനെ എന്താ പറയുക, ജോഷുവയും അങ്ങനെയൊക്കെ സാമുവലൊക്കെ, അവര് യേശുക്രിസ്തുവിന്റെ ഹൃദയമാണ്, യേശുക്രിസ്തുവിന്റെ സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരുന്നത്, അല്ലെ? ഇപ്പൊ മോസസിനെ പറ്റി പറയുമ്പോൾ മോസസ് വളരെയധികം ഹമ്പിൾ ആയിരുന്ന ഒരാളാണെന്നാണ് ദൈവം തന്നെ എഴുതിയിരിക്കുന്നത്, ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഒരുപാട് താഴ്മ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മോസസ്. അപ്പൊ മോസസിന്റെ ഉള്ളിലൊക്കെ ദൈവത്തിന്റെ ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഹോളി സ്പിരിറ്റ് കൊണ്ട് നിറഞ്ഞപ്പോ അവർ എക്സിബിറ്റ് ചെയ്തത് ഇത് യേശുക്രിസ്തുവിന്റെ ക്യാരക്ടറാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇവരുടെയൊക്കെ സ്വഭാവം വളരെ മനോഹരമായിട്ട് തോന്നും. നമ്മുടെ യേശുവിനെ അവരിങ്ങനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നില്ല. അപ്പൊ ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്ന യേശുക്രിസ്തുവിനെ പോലെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഡേവിഡ് എപ്പോഴും പറഞ്ഞിരിക്കുന്നത്, എന്റെ സ്ട്രെങ്ത് ദൈവത്തിൽ നിന്നാകുന്നു, അല്ലെ? നമുക്കറിയാം, നമുക്കിന്ന് 27-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് കുറച്ചൊന്ന് വായിക്കാം. വാക്കുകൾ 1 തൊട്ട് 3 വരെയുള്ളത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയും ആകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? ഡേവിഡിന്റെ വാക്കുകൾ. എനിക്കാരെയും ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം എന്റെ ദൈവമാണ് എന്റെ രക്ഷ. അവനിൽ നിന്നാണ് എനിക്ക് രക്ഷ വരുന്നത്. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലമാകുന്നു, ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറക്കിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും, കാരണം
എന്തുകൊണ്ടാണ് എന്താ ഡേവിഡ് ഇങ്ങനെ പറയുന്നത്? കാരണം ഡേവിഡിനറിയാം തന്റെ സ്ട്രെങ്ത് വരുന്നത്, തന്റെ ബലം വരുന്നത് യഹോവയിൽ നിന്നാണ്. ദൈവമാണ് തന്റെ സ്ട്രെങ്ത് എന്നുള്ള കാര്യം ഡേവിഡിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഡേവിഡിന്റെ അറ്റൻഷൻ ദൈവത്തിലായിരുന്നു, ഡേവിഡിന്റെ കണ്ണ് ദൈവത്തിലായിരുന്നു, ഡേവിഡിന്റെ ഫോക്കസ് മൊത്തം ദൈവത്തിലായിരുന്നു. ആ ഫോക്കസ് ഒന്ന് തെറ്റിയപ്പോൾ നമുക്കറിയാം ഡേവിഡിന് എന്ത് പറ്റുന്നു. ദൈവത്തിന്റെ മുഖത്തുണ്ടായിരുന്ന മുഖത്തേക്ക് ഡേവിഡ് നോക്കിക്കൊണ്ടിരുന്ന ഡേവിഡ് ദൈവത്തിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുത്തിട്ട് ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഡേവിഡ് പരാജയപ്പെട്ടു. പക്ഷെ ദൈവത്തിന്റെ കൃപ കാരണം തിരിച്ചു വന്നു, ദൈവത്തിലേക്ക് വന്നു, അല്ലെ? അപ്പം ദൈവത്തിന്റെ മുഖത്ത് നിന്ന് ഒരിക്കൽ പോലും കണ്ണെടുക്കരുതെന്നാണ് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം, അല്ലെ? ഇപ്പൊ ഇവിടെ ഡേവിഡിനെ സംബന്ധിച്ചിടത്തോളം ഡേവിഡ് വളരെയധികം ദൈവത്തെ അങ്ങ് വിശ്വസിക്കുകയാണ്, ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യാണ്, ഹൃദയം കൊണ്ട് ട്രസ്റ്റ് ചെയ്യാണ്. ഡേവിഡിന് ഇത് ഉറപ്പാണ്, ഇത് കോൺഫിഡന്റ് ആണ്. എന്താന്ന് വെച്ചാൽ എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്, എന്റെ രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു, എന്റെ പ്രകാശം അവനാണ്, എന്റെ വെളിച്ചം അവനാണ്. എനിക്ക് നേരെ ശത്രുക്കൾ വന്നാലും എനിക്ക് അതിനെപ്പറ്റി ഒന്നും ഞാൻ പേടിക്കുന്നില്ല, അല്ലെ? ഡേവിഡിനെ പറ്റി അറിയാം നമുക്ക്. ഡേവിഡ് ഭയങ്കരമായിട്ട് യുദ്ധങ്ങൾ നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു, അല്ലെ? കയ്യിൽ വളരെയധികം രക്തമായിരുന്നു ഡേവിഡിന്റെ. വളരെയധികം യുദ്ധങ്ങൾ ചെയ്തിട്ട് വളരെയധികം ആൾക്കാരെ കൊല്ലേണ്ടി വന്നത് കൊണ്ട്, അല്ലെ? ദൈവത്തിന് വേണ്ടി തന്നെ ചെയ്ത കാര്യമാണ്, അല്ലെ? അപ്പം വളരെയധികം രക്തം രക്തം പുരണ്ട കൈയായിരുന്നോട് ദൈവം പറഞ്ഞു ഡേവിഡിനോട്, എനിക്ക് വേണ്ടി നീ ആലയം പണിയേണ്ട, നിന്റെ മകൻ ചെയ്തോളൂ. സോളമനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധങ്ങളൊന്നും ഇല്ലായിരുന്നു. സോളമൻ വളരെ മനോഹരമായിട്ടൊരു ജീവിതം നയിച്ചു. അതോടുകൂടി തന്നെ സോളമൻ ആവശ്യമില്ലാതെ പെണ്ണ് കെട്ടി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് പോയി കിങ്ഡം ഇസ്രായേലിനെ രണ്ടായിട്ട് പകുക്കേണ്ട അത്രയും ഒരു അവസ്ഥയിലേക്ക് സോളമൻ എത്തിപ്പെട്ടു. പക്ഷെ ഡേവിഡിനെ സംബന്ധിച്ചാൽ അതല്ല. ഡേവിഡിന് എന്നും എന്താ പറയുക, ദൈവത്തിന്റെ ഒപ്പമായിരിക്കാനും, സന്തോഷമാണെങ്കിലും ദൈവത്തിന്റെ ഒപ്പം, സങ്കടമാണെങ്കിലും ദൈവത്തിന്റെ ഒപ്പം, അല്ലെ? യുദ്ധമാണെങ്കിലും ദൈവത്തിനൊപ്പം, റിലാക്സ് ചെയ്ത സമയമാണെങ്കിൽ ദൈവത്തിന്റെ ഒപ്പം, അങ്ങനെ ഒരു കൃത്യമുള്ള ഒരാളാണ്. അപ്പൊ ഡേവിഡ് വളരെയധികം ദൈവത്തെ ആശ്രയിച്ചിരുന്നു, ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നു, വിശ്വസിച്ചിരുന്നു. അപ്പൊ ഡേവിഡിന് അറിയാൻ വേണ്ടി എന്റെ രക്ഷ, എന്റെ ശക്തി, എന്റെ ബലം വരുന്ന ദൈവത്തിൽ നിന്നാണ്. ഇനി നമ്മൾക്കറിയാം ഇവിടെ ഇപ്പൊ ഡേവിഡ് എന്താ പറയുക, വളരെയധികം വിശ്വാസം കാണിക്കുകയാണ് ദൈവത്തോട്. അപ്പോ നമുക്കറിയാം, നമുക്ക് വെറുതെ വിശ്വാസം മാത്രം ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല, അല്ലെ? അപ്പോ ഡേവിഡ് വെറുതെ ഇരുന്നിങ്ങനെ വിശ്വസിക്കുമായിരുന്നല്ലോ, എനിക്ക് ദൈവം എന്റെ കൂടെ ഉണ്ട്, ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി മാത്രമായിരുന്നല്ലോ ഡേവിഡ്. ഡേവിഡിന്റെ ജീവിതം ദൈവത്തിൽ വിശ്വസിച്ച് മുമ്പോട്ട് നടന്നൊരു ജീവിതമായിരുന്നു. നമുക്കറിയാൻ പറ്റും, സങ്കീർത്തനം തന്നെ 16-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ പോകുമ്പോൾ 8-ാമത്തെ വാക്ക് ഡേവിഡ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുന്നിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിയില്ല. മുന്നിൽ വെച്ചിരിക്കുന്ന ദൈവം കയറി മുമ്പിൽ നിൽക്കുന്നല്ല അതിലർത്ഥം, അല്ലെ? ദൈവത്തിന്റെ വചനത്തിൽ ബേസ്ഡ് ആയിരുന്നു ഡേവിഡ്, അല്ലെ? ദൈവത്തിന്റെ വചനത്തിൽ ബേസ്ഡ് ആയിട്ടുള്ള ജീവിതമാണ് നടത്തിക്കൊണ്ടിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അവത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായി, അത് വേറെ കാര്യം. പക്ഷെ മിക്കവാറും തന്നെ ജീവിതത്തില് ഡേവിഡ് ദൈവത്തിന്റെ വചനത്തില് ഊന്നിയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ ദൈവം ആരാണെന്ന് മനസ്സിലാവും, ദൈവത്തിന്റെ ഹൃദയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു ജീവിതമാണ് ഡേവിഡ് നയിച്ചുകൊണ്ടിരുന്നത്. ദൈവം പറയുന്നതിന്റെ അപ്പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡേവിഡ് ചലിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ചുരുക്കം, അല്ലെ? അപ്പൊ ദൈവം പറയുന്നതിന്റെ കമാൻഡ്മെന്റ്സ്, ദൈവത്തിന്റെ കമാൻഡ്മെന്റ്സിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡേവിഡ് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ദൈവമായിരുന്നു ഡേവിഡിന്റെ സ്ട്രെങ്ത് എങ്കിൽ ആ സ്ട്രെങ്ത് വന്നത് രണ്ട് കാര്യത്തിൽ നിന്നാണ്. ഒന്നാമത് ദൈവത്തെ ട്രസ്റ്റ് ചെയ്തും, ദൈവത്തെ വിശ്വസിച്ചും, ദൈവത്തില് ജീവിതം അർപ്പിച്ചുകൊണ്ട്. രണ്ടാമത് ദൈവം പറയുന്ന അനുസരിച്ച് നടന്നുകൊണ്ട്. അതാണ് നമ്മളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തില് നമ്മൾ വിശ്വസിക്കുക, ആ വിശ്വാസം അത് പ്രവൃത്തിയായി മാറ്റുക. യാക്കോബ് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുക, ജെയിംസിന്റെ അത് ഇങ്ങനെ പറഞ്ഞിരിക്കുക, നമ്മൾക്ക് വിശ്വാസമുണ്ട്, വാസ്തവം അത് നല്ലത്. പക്ഷെ ആ വിശ്വാസം അത് പ്രവൃത്തിയായി മാറുന്നില്ല എങ്കിൽ ആ വിശ്വാസം ഒരു ചത്ത വിശ്വാസമാണ്, അല്ലെ? വെറുതെ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ പറഞ്ഞ ഹൃദയത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യം, അതൊരു നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തിയായിട്ട് നമ്മൾക്കത് മാറ്റിയില്ല എങ്കിൽ, ദൈവത്തെ വിശ്വസിച്ച് മുമ്പോട്ട് ഇറങ്ങിയില്ല എങ്കിൽ ആ വിശ്വാസം കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നാണ് ദൈവം യാക്കോബ് വഴി നമുക്ക്, ജെയിംസ് വഴി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഡേവിഡ് അങ്ങനെയാണ്, ദൈവത്തെ ഡേവിഡ് മുമ്പിൽ വെച്ചു, അല്ലെ? അതനുസരിച്ച് ദൈവത്തിന്റെ വചനം അനുസരിച്ച്, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച്
ഡേവിഡ് ഒരു ജീവിതം മുമ്പോട്ട് നയിച്ചു. അപ്പൊ അത് തന്നെയാണ് നമ്മളെ പറ്റിയും ദൈവം പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരോടും കളക്റ്റീവായിട്ട് ഇസ്രായേൽ എന്ന രാജ്യത്തോടും ദൈവം അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്റെ പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങൾക്ക് സ്ട്രെങ്ത് കിട്ടും. ദൈവമാണ് സ്ട്രെങ്ത് അല്ലെ. ദൈവത്തിന്റെ വചനം അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ, ജീവൻ നയിക്കുമ്പോൾ, ജോയ് ഓഫ് ദ ലോർഡ് ഇസ് മൈ സ്ട്രെങ്ത് പറഞ്ഞില്ല. ദൈവത്തിന്റെ എന്താ പറയാ ജോയ് അല്ല, എന്താ പറയാ ഹാപ്പിനെസ്, നമ്മളെ പറ്റിയുള്ള ഒരു എന്താ പറയാ ഒരു അഭിമാനം അല്ലെ, ദൈവത്തിൽ തോന്നുമ്പോ, അഭിമാനം അങ്ങനെ പറയാൻ പറ്റത്തില്ല, അഭിമാനം അല്ലല്ലോ, ദൈവത്തിൽ നമ്മളോട് എന്താ പറയാ ആ ഒരു സന്തോഷം വരും. ദൈവത്തിന്റെ ഹൃദയത്തിൽ നമ്മൾ ദേശവൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷത്തിൽ നിന്നായിരിക്കട്ടെ നമ്മുടെ സ്ട്രെങ്ത് അല്ലെ. നെഹമ്യയെ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പൊ ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ 11ാമത്തെ ചാപ്റ്റർ എന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം ആവർത്തന പുസ്തകം എന്ന് പറയുമ്പോൾ മോസസ് അവസാനമായിട്ട് പറഞ്ഞത്, അവസാനം അദ്ദേഹം മരിക്കാൻ പോകുന്ന സമയത്ത് അല്ലെ, ആ സമയത്ത് ഇങ്ങനെ മരണക്കട്ടിൽ കിടണമെന്ന് പറഞ്ഞ കാര്യം എന്നല്ല പറയുന്നത്. ആ ദൈവം മോസസിനോട് പറയുന്നു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം ഇസ്രായേൽ മക്കൾക്കെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ ഉള്ള കാര്യം അല്ലെ. അപ്പൊ ഇതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആവർത്തന പുസ്തകത്തിന്റെ 11ാമത്തെ ചാപ്റ്ററിൽ 1-ാമത്തെ വാക്കും പിന്നെ 7-ാമത്തെ 8-ാമത്തെ വാക്കും 9-ാമത്തെ വാക്കും നമുക്കൊന്ന് വായിക്കാം. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആവർത്തന പുസ്തകത്തിന്റെ 11-ാമത്തെ ചാപ്റ്ററിന്റെ, ആകയാൽ നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച് അവന്റെ പ്രമാണവും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എപ്പോഴും പ്രമാണിക്കണം അല്ലെ. ദൈവത്തിന്റെ വഴിയെ നടക്കും, അവന്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും വിധികളും എപ്പോഴും പ്രമാണിക്കണം. ഇപ്പൊ ഇന്ന് നമുക്ക് പ്രമാണങ്ങളും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലാം കിട്ടുന്ന എവിടെ നിന്ന്? നമ്മുടെ ബൈബിളിൽ നിന്ന് അല്ലെ. ദൈവത്തിന്റെ ഹൃദയമാണ് ബൈബിൾ. ദൈവത്തിൽ നമ്മൾ എങ്ങനെയായി തീരണമെന്നുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഒരു റൂട്ട് മാപ്പ് തന്നെയാണ്. അതുവഴി ആ റൂട്ട് എടുക്കണം. നമ്മുടെ യേശു പറഞ്ഞിരിക്കുന്ന രീതി അനുസരിച്ച് നമ്മൾ എന്താ പറയുക ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം. അല്ലെങ്കിൽ ജീവിച്ചു കൂട്ടുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അല്ലെ. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. 7-ാമത്തെ വാക്ക് പറഞ്ഞു, യഹോവ ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നുവല്ലോ. 8-ാമത്തെ വാക്ക് 8-9 പറഞ്ഞിങ്ങനെ, ആകയാൽ നിങ്ങൾ ബലപ്പെടുവാനും നിങ്ങൾ കൈവശമാക്കുവാനും കടന്നു പോകുന്ന ദേശം ചെന്നടക്കുവാനും യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ദീർഘായുസോടെ ഇരിക്കുവാനും ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന കൽപ്പനകളൊക്കെ പ്രമാണിച്ചു നടപ്പിൻ. നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങളുടെ ബലം വരുന്നത് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ഫെയ്ത്ത് ഉണ്ടാകും ബിലീവ് ചെയ്യുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് നടക്കുമ്പോഴാണ്. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. വെറുതെ ട്രസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, വെറുതെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ആ വിശ്വാസം പ്രവൃത്തിയായിട്ട് വരുമ്പോൾ, ആ പ്രവൃത്തി ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചുള്ളതായിരിക്കുമ്പോൾ, ദൈവത്തിന്റെ കൽപ്പനയിൽ ഉറച്ചുള്ളതായിരിക്കുമ്പോൾ, യേശുവിൽ വിശ്വസിച്ചു യേശു പറയുന്ന പോലെ ഒരു ജീവിതം നയിക്കുമ്പോൾ നമ്മളുടെ സ്ട്രെങ്ത് പുതുക്കപ്പോഴും നമുക്ക് സ്ട്രെങ്ത് കിട്ടുക തന്നെ ചെയ്യും. നമ്മളുടെ ബലം നമ്മളുടെ കഴിവിൽ നിന്നോ, നമ്മളുടെ എന്താ പറഞ്ഞിരിക്കുന്നത് പണത്തിൽ നിന്നോ, നമ്മുടെ ജോലിയിൽ നിന്നോ, ലോകത്തിൽ നിന്നോ, നമ്മളുടെ അധികാരങ്ങളിൽ നിന്നോ, എന്തിൽ നിന്നും നമ്മുടെ ജഡത്തിൻ്റെതായിട്ടുള്ള കാര്യത്തിൽ നിന്ന് നമുക്ക് ബലം പ്രാപിക്കാൻ ശ്രമിക്കുവാണെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോവുക തന്നെ ചെയ്യും. യേശുവിലല്ല നമ്മളെങ്കിൽ, അവനല്ല നമ്മളുടെ സ്ട്രെങ്ത് എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോവുക തന്നെ ചെയ്യും സുഹൃത്തുക്കളെ. അതിന് യാതൊരു വിധത്തിലുള്ള ഒരു മറുത്ത് പറയാൻ ഒരു കാര്യവുമില്ല. നമ്മൾ പരാജയപ്പെടുക തന്നെ ചെയ്യും. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, പിശാച് ദൈവത്തിന്റെ മക്കളെ നശിപ്പിക്കണം എന്നുള്ളൊരു ഒറ്റ അജണ്ടയായിട്ട് നടക്കുന്നവനാണ് അല്ലെ. നമ്മൾ യേശുവിലല്ല എങ്കിൽ നമ്മള് പിശാചിന്റെ പിടിയിലായിരിക്കും. യേശുവിലായിരിക്കും. അവനാകട്ടെ നമ്മുടെ താവളം, അവനായിട്ട് നമ്മുടെ കുടുംബം അല്ലെ, അവനായിട്ട് നമ്മുടെ ഫാമിലി, അവൻ തന്നെ ആകട്ടെ നമ്മളുടെ ഇഷ്ടവും നമ്മുടെ സ്നേഹവും നമ്മുടെ ഡിസയറും എല്ലാം അവൻ തന്നെയായിട്ട്. യേശുവിലായിരിക്കട്ടെ. അബൈഡ് ഇൻ ഹിം, ജീസസിലായിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജോൺ എഴുതിയ സുവിശേഷത്തിന്റെ 15-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത്, നമ്മള് യേശുവിലായിരിക്കട്ടെ അല്ലെ, അവനിൽ ആയിരിക്കട്ടെ, അബൈഡ് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ മുന്തിരിന്റെ ബ്രാഞ്ച്, ആ മുന്തിരിയിൽ അബൈഡ് ചെയ്യുന്ന ആ ബ്രാഞ്ച് ആയിരിക്കട്ടെ. ആ മുന്തിരിയിൽ നിന്ന് എന്താ പറയുക ന്യൂട്രീഷൻ എല്ലാം കിട്ടുന്ന, വെള്ളവും എല്ലാം വലിച്ചിരുന്ന ആ മുന്തിരിന്റെ പ്ലാന്റിൽ നിന്ന്, ചെടിയിൽ നിന്ന് കിട്ടുന്ന അങ്ങനത്തെ ഒരു ബ്രാഞ്ച് ആയിരിക്കട്ടെ നമ്മൾ. എങ്കിൽ മാത്രമേ നമ്മൾക്ക് നിലനിൽപ്പുള്ളൂ അല്ലെ. നമ്മുടെ സ്ട്രെങ്ത് യേശുവിൽ നിന്ന്
അവനില് ആയിരിക്കണം നമ്മളുടെ സ്ട്രെങ്ത് അല്ലെ എന്നാണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലെങ്കില് നമ്മള് നമ്മൾക്ക് തന്നെ നഷ്ടപ്പെട്ടു പോകും. നമ്മൾ നശിച്ചു പോവുക തന്നെ ചെയ്യും. അങ്ങനെ ദൈവത്തിന് ഒരിക്കൽ പോലും ആഗ്രഹമില്ല. അപ്പൊ ഇസ്രായേലിനോട് ദൈവം പറഞ്ഞിരിക്കുന്ന ഇസ്രായേൽ മക്കളിനോടും എല്ലാവരോടും കളക്റ്റീവായിട്ട് പറഞ്ഞിരിക്കുന്നു. ഓരോ വ്യക്തികളോടും പറഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പൊ നമുക്കത് ഈ 11ാമത്തെ ചാപ്റ്റർ കൂടുതൽ അങ്ങ് വായിച്ചു വരുമ്പോ ഇനിയിപ്പോ 9ാമത്തെ ചാപ്റ്റർ തൊട്ട് ആവർത്തന പുസ്തകത്തിന്റെ 9ാമത്തെ ചാപ്റ്റർ തൊട്ട് 9, 10, 11 വായിച്ചു കഴിയുമ്പോൾ ദൈവം റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യം, ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഇസ്രായേലിനോട് പറയുവാണ്, നിങ്ങൾ എന്നിൽ വിശ്വസിച്ചുകൊണ്ട് അല്ലെ, എന്നിൽ വിശ്വസിച്ചുകൊണ്ട് എന്റെ കൽപ്പനകൾ പ്രമാണിച്ച് നിങ്ങൾ നടക്കുകയാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടായിരിക്കും. നിങ്ങളുടെ ഫ്രൂട്ട് ഓഫ് ദ വൂംബ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗർഭത്തിന്റെ ഫലം എന്ന് പറഞ്ഞാല് കുഞ്ഞുങ്ങൾ അല്ലെ, അവര് അനുഗ്രഹിക്കപ്പെട്ടായിരിക്കും. നിങ്ങളുടെ നാട് അനുഗ്രഹിക്കപ്പെട്ടായിരിക്കും. നിങ്ങളുടെ ഭൂമി അനുഗ്രഹിക്കപ്പെട്ടായിരിക്കും. നിങ്ങളുടെ വിളകൾ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. നിങ്ങളുടെ ആടുകളും മാടുകളും എല്ലാം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും അല്ലെ. അവർക്ക് ഒന്നും തന്നെ ഒരു മച്ചിയായിട്ടുള്ള പശുക്കൾ അങ്ങനെ ഒന്നും കാണത്തില്ല. നിങ്ങളുടെ ഇടയിലും എന്താ പറയുക, കുഞ്ഞുങ്ങൾ ഇല്ലാതിരിക്കുന്നവരാരും കാണത്തില്ല. ഇപ്പൊ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഒരു രാജ്യത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടുത്തെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അവരുടെ എക്കണോമി അല്ല, അവരുടെ സാമ്പത്തികമായിട്ട് അവരെങ്ങനെയാണ് സ്ട്രോങ് ആയിരിക്കുന്നത്, അവരുടെ കറൻസി എത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ളതാണ്, അവരുടെ പൊളിറ്റിക്കലി അവർ സ്റ്റേബിൾ ആയിട്ടുള്ള കൺട്രി ആണോ, അവരുടെ ഫോഴ്സ് അല്ലെ, മിലിറ്ററി ഒക്കെ എങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണോ അല്ലെ. ഇപ്പോഴാണെങ്കിൽ എത്ര മിസൈലുണ്ട്, ഇപ്പൊ എത്ര തോക്കുകളുണ്ട്, അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അണുവായുധങ്ങളുണ്ടോ, അപ്പൊ അങ്ങനെ പിന്നെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ എങ്ങനെ സ്ട്രോങ് ആണ്, ഇപ്പൊ ടെക്നോളജി വൈസ് അവരെങ്ങനെ സ്ട്രോങ് ആണ്. അപ്പൊ അതെല്ലാം ആശ്രയിച്ചിരിക്കും ഒരു കൺട്രീന്റെ സ്ട്രെങ്ത് കാണിക്കുന്നത് അല്ലെ, ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നേരത്തെ ഒരു കൺട്രീന്റെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഒരു രാജ്യം എങ്ങനെ സ്ട്രോങ് ആയിരിക്കും, ബലമുള്ള കൺട്രിയാന്ന് അത് അറിയുന്നത് അവർക്ക് എത്രമാത്രം ആടുകളും മാടുകളും അല്ലെ, അവരുടെ ആൾക്കാർ എത്ര സ്ട്രോങ് ഉള്ളതായിട്ടുള്ളവരാണ്, പിന്നെ അവരുടെ മിലിറ്ററി പവർ എത്രമാത്രം സ്ട്രോങ് ആണ്, അവരെ എന്താ പറയാ, ഇപ്പൊ അവര് ലാൻഡ് എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പൊ കനാനെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് മിൽക്ക് ആൻഡ് ഹണി അല്ലെ, പാലും തേനും ഒഴുകുന്ന രാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വളരെയധികം തരുന്ന ഒരു ലാൻഡാണ്. എന്താ പറയുക, അത് നല്ല മണ്ണാണത് അല്ലെ, ഒരുപാട് ആടുകളും മാടുകളും ഒക്കെ ഉള്ളതാണ്. അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുവാണ്, നിങ്ങൾ എന്നെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്റെ വഴിയിൽ കൂടെ നടക്കുകയാണ്, എന്റെ കൽപ്പനകൾ നിങ്ങൾ പ്രമാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രാജ്യം തന്നെ എന്താ പറയാ വളരെയധികം പ്രോസ്പെറസ് ആയിരിക്കും എന്ന് ദൈവം പറഞ്ഞിരിക്കും അല്ലെ. അപ്പൊ ഇസ്രായേൽക്കാരോട് പറയുവാണ്, നിങ്ങൾ വന്ന രാജ്യം, അതായത് ഈജിപ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ നൈൽ നദിയിൽ നിന്നൊക്കെയാണല്ലോ വെള്ളം കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ കൾട്ടിവേഷൻ അതൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു നിരപ്പായിട്ടുള്ള രാജ്യമായിരുന്നു. അവിടെ എന്താ പറയാ, വെള്ളത്തിനൊന്നും വലിയ ക്ഷാമമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളിപ്പോ വന്നിരിക്കുന്ന രാജ്യം എന്ന് പറഞ്ഞത്, നിങ്ങൾ പോയി പിടിച്ചടക്കാൻ പോകുന്ന രാജ്യം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹിൽ കൺട്രിയാണ് അല്ലെ. അവിടെ മഴ കിട്ടണം, മഴയിൽ നിന്നാണ് നിങ്ങൾക്ക് വെള്ളം കിട്ടാൻ പോകുന്നത്. വെള്ളം കിട്ടിയില്ല നിങ്ങളുടെ കൾട്ടിവേഷനൊക്കെ, നിങ്ങളുടെ കൃഷിയെല്ലാം നശിച്ചു പോകും. അപ്പോൾ നിങ്ങൾ എന്നെ ആശ്രയിക്കുകയാണെങ്കിൽ, എന്നെ വിശ്വസിച്ച് ഞാൻ പറയുന്ന എന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് നടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, ആദ്യത്തെ റെയിനും അവസാനത്തെ റെയിനും കിട്ടും അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഴ കിട്ടിക്കൊണ്ടിരിക്കും. ഓട്ടത്തിലും മഴ ഉണ്ടാവും, സ്പ്രിംഗിൽ നിങ്ങൾക്ക് മഴ ഉണ്ടാവും അല്ലെ. പിന്നെ നിങ്ങളുടെ ലാൻഡ് ഒരുപാട് ക്രോപ്പുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. ഒരുപാട് വിള നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയാ, വിളനിലം നിങ്ങൾക്ക് ഒരുപാട് വിളകൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ പശുക്കൾക്ക് ആടുകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തോണ്ടിരിക്കും, പുല്ല് ഞാൻ കൊടുത്തോണ്ടിരിക്കും അല്ലെ. എല്ലാം കൊണ്ട് സമൃദ്ധിയായിരിക്കും. നിങ്ങളുടെ രാജ്യം വളരെ സ്ട്രോങ് ആയിട്ടുള്ളതായിരിക്കും. നിങ്ങൾ സ്ട്രോങ് ആയിട്ട്, നിങ്ങൾ ഇൻഡിവിജ്വലി സ്ട്രോങ് ആയിരിക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്ട്രോങ് ആയിരിക്കും. നിങ്ങളുടെ ഇടയിൽ ഒരാൾ പോലും മച്ചിയായിട്ടും അച്ഛനായിട്ടോ മക്കളില്ലാത്തവരാരും ഉണ്ടായിരിക്കത്തില്ല. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വളരെ സമൃദ്ധിയായിരിക്കും. നിങ്ങൾ എന്തും കൊണ്ട് സമൃദ്ധിയായിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇതുകൊണ്ടെല്ലാം പറഞ്ഞത്, ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ, ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്ത് ഇവർ നടക്കുവാണെങ്കിൽ അവർ
സ്ട്രോങ് ആയിരിക്കും, അവര് കൺട്രി ആയിട്ട് സ്ട്രോങ് ആയിരിക്കും, ഇവര് ഓരോ വ്യക്തികളും അവരുടെ കുടുംബവും സ്ട്രോങ് ആയിരിക്കും, അല്ലെ? ഇതുകൊണ്ടെല്ലാം ദൈവം ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ദൈവത്തില് വിശ്വസിക്കണം, ദൈവം പറയുന്ന അനുസരിച്ച് നടക്കണം. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായിരിക്കും. ഒരു പിതാവിന്റെ ഹൃദയമാണ് നമ്മളിവിടെ കാണുന്നത്, അല്ലെ? നമ്മുടെ കുഞ്ഞുങ്ങള് ഒന്ന് വിചാരിച്ചു നോക്കുക, നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മൾ പറയുന്നത് കേട്ട് അനുസരിച്ച് നടക്കണമെന്നും നമ്മൾ നേരെ ചൊവ്വയുള്ള വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ അവരത് കേട്ട് അനുസരിച്ച് നടക്കണമെന്നുള്ളൊരു ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണ് നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും, അല്ലെ? എല്ലാവരും തന്നെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നേരെ ചൊവ്വെ പോകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെ? അവർ ഒരിക്കൽ പോലും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കാത്ത വ്യക്തികളാണ് നമ്മൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ പിതാവായ ദൈവം. നമ്മളുടെ പിതാവാണ് ദൈവം, അല്ലെ? പിതാവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കോഴി തന്റെ കോഴിക്കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ അടുക്കി വെക്കുന്ന പോലെയാണ് ദൈവത്തിന് നമ്മളെയും, അല്ലെ, തന്റെ ചിറകിന്റെ കീഴിൽ നമ്മൾ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നെ വിശ്വസിക്കുമ്പോൾ, നിങ്ങൾ ഞാൻ പറയുന്ന അനുസരിച്ച് കേട്ട് നടക്കുമ്പോൾ, എന്റെ ന്യായപ്രമാണങ്ങളും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലാം നിങ്ങൾ അനുസരിച്ച് നടക്കുമ്പോൾ, അല്ലെ, എന്റെ വാക്കുകൾ, എന്റെ വചനം നിങ്ങളുടെ വഴിയിലെ വെളിച്ചവും കാൽപാദത്തിലെ വിളക്കുമായിരിക്കുമ്പോൾ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും, നിങ്ങൾക്ക് സ്ട്രെങ്ത് കിട്ടും. നിങ്ങൾ ലോകത്തിൽ നിന്ന് സ്ട്രെങ്ത് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ തന്നെ എന്താ പറയുക, ജഡത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് ഇന്ന് നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലെ? നമ്മൾ ദൈവം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം ചെയ്തിരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ്, അല്ലെ? ഈ 11ാമത്തെ ചാപ്റ്റർ, ആവർത്തന പുസ്തകത്തിന്റെ 11ാമത്തെ ചാപ്റ്ററിൽ, 11ാമത്തെ ചാപ്റ്റർ നമ്മളിപ്പോ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയത്, മോസസ് പറയുവാണ്, ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളോടാണ് പറയുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളോടല്ല. കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങളൊന്നും പറയത്തില്ല, പക്ഷെ നിങ്ങളോടാണ് പറയുന്നത്. കാരണം നിങ്ങളെല്ലാം കണ്ടതാണ് മിസ്രയീം രാജാവായ ഫറവോനോടും അവന്റെ നാടിനോടും ദൈവം ചെയ്ത കാര്യം കണ്ടതാണ്. ദൈവം നിങ്ങളെ എങ്ങനെയാണ് പൂട്ടി എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടതാണ്. ദൈവത്തിന്റെ കൈകൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കാര്യം കണ്ടതാണ്. ദൈവത്തിന്റെ മഹിമ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളോടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാവുന്ന വ്യക്തിയോട് പറയുന്നത്, നമ്മളോട് എന്ന് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ കമാൻഡ്മെന്റ് കേട്ടുകൊണ്ട് നടക്കുവാണെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത് ദൈവത്തിൽ നിന്ന് വരും, നിങ്ങൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും, നമ്മൾക്ക് ബലമുള്ളതായിരിക്കും. നമ്മുടെ ബലം വരുന്നത് യേശുവിലാണ് നിന്നാണ്. യേശുവിലായിരിക്കണം നമ്മൾ, അവനിലായിരിക്കുമെന്ന് നമ്മുടെ ബലം വരും, അല്ലെ? അവനിലായിരിക്കുമെന്ന് നമ്മൾ സക്സസ്ഫുൾ ആയിരിക്കും, അല്ലെ? അപ്പോൾ നമ്മൾ വിചാരിക്കും, ആരെങ്കിലുമൊക്കെ വിചാരിക്കും, ഈ ലോകത്തിൽ പല സക്സസ്ഫുൾ ആയിട്ട് കാണുന്ന ആൾക്കാരില്ലേ, അല്ലെ? അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം തരുന്ന സക്സസ്, ദൈവം തരുന്ന ബ്ലെസ്സിങ്സിൽ അവിടെ ഒരു കണ്ണീരില്ല. നമ്മൾ ഒരു ഡിഗ്രി പ്രോസ്പെരിറ്റി അടുത്ത ഡിഗ്രി പ്രോസ്പെരിറ്റിയിലേക്ക് പോകത്തുള്ളൂ. ഒരു ഡിഗ്രി നന്മയിൽ നിന്ന് അടുത്ത ഡിഗ്രി നന്മയിലേക്ക് നമ്മൾ പോകത്തുള്ളൂ. നമ്മുടെ ജീവിതം യേശുവിൽ ബേസ്ഡ് ആയിട്ടുള്ള ജീവിതമാണെങ്കിൽ എന്നും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. മറ്റുള്ളവരുടെ കാര്യം അങ്ങനെയല്ല, അല്ലെ? ഈ ലോകത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടുന്നവരുടെ കാര്യം അങ്ങനെയല്ല. കണ്ണീര് ഒഴിഞ്ഞിട്ട് കാര്യം ഉണ്ടാവത്തില്ല. ദൈവം അനുഗ്രഹിക്കാതെ ഉണ്ടാക്കുന്ന പണം, ദൈവത്തിൽ നിന്നല്ലാതെ ഉണ്ടാക്കുന്ന പ്രോസ്പെരിറ്റിയും പണവും പദവിയും ഒന്നും ശാശ്വതമല്ല. ദൈവത്തിലേക്ക് അടുപ്പിക്കത്തില്ല. അത് അവസാനം അവർ ചെന്നെത്തിപ്പെടുന്നത് എന്താ പറയുന്നത്, പാതാളത്തിലാണ്. സ്ലിപ്പറി ആയിട്ടുള്ള ലാൻഡിലാണ് അവർ നിൽക്കുന്നത്. 73ാമത്തെ സങ്കീർത്തനത്തെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? പല ദുഷ്ടന്മാരും ദൈവത്തിലല്ലായിരിക്കുന്ന പല വ്യക്തികളും വളരെയധികം പ്രോസ്പെറസ് ആയിട്ട് പോകുന്നു കാണുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, ദൈവം എന്തുകൊണ്ട് സങ്കീർത്തനക്കാരൻ നിങ്ങൾ ചോദിക്കുക, ഇതെല്ലാം കാണുമ്പോൾ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെ? ഇവരിത്ര ദൈവത്തിലല്ലാഞ്ഞിട്ടും കൂടി ഇവരെങ്ങനെയാണ് ഇങ്ങനെ ഇത്രയധികം സമൃദ്ധിയിലും പ്രോസ്പെറസ് ആയും പോകുന്നത്? പക്ഷെ അപ്പോ മനസ്സിലായ ഒരു കാര്യം, സങ്കീർത്തനക്കാരന് മനസ്സിലായ കാര്യം, അവര് നിൽക്കുന്നത് എന്താ പറയാ, വഴുവഴുപ്പുള്ള സ്ഥലത്താണ്, അല്ലെ? സ്ലിപ്പറി ആയിട്ടുള്ള ലാൻഡാണ് നിൽക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും അവർക്ക് എന്താ പറയുക, അവരുടെ ഇറ്റേണിറ്റി ആയിട്ടുള്ള പാതാളത്തിൽ എത്തിപ്പെടാൻ പറ്റും, അല്ലെ? അങ്ങനെ ഒരു അവസ്ഥയാണ്. നമ്മൾ അങ്ങനെ ആയിരിക്കണം. നമ്മുടെ സ്ട്രെങ്ത് ദൈവത്തിൽ നിന്ന് വരട്ടെ, നമ്മളുടെ സ്ട്രെങ്ത് ദൈവത്തിൽ നിന്നാകട്ടെ, നമ്മുടെ സ്ട്രെങ്ത് നമ്മളിൽ നിന്നാകാതിരിക്കട്ടെ, നമ്മളുടെ സ്ട്രെങ്ത് ഈ ലോകത്തിൽ നിന്നാകാതിരിക്കട്ടെ. അവനിലായിരിക്കട്ടെ നമ്മുടെ ജീവിതം, അവനിലായിരിക്കട്ടെ നമ്മുടെ സന്തോഷം, സമാധാനം എല്ലാം, അല്ലെ? നമ്മുടെ ജീവിതം ബേസ്ഡ് ആയിരിക്കുന്ന യേശു ക്രിസ്തുവിലായിരിക്കട്ടെ. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. യേശുവാണ് നമ്മുടെ ഷെപ്പർഡ്, നമ്മുടെ ആട്ടിടേന്റെ കൂടെ നടന്നില്ലെങ്കിൽ വഴിതെറ്റിപ്പോകും ആട്ടുകുഞ്ഞുങ്ങൾ. അങ്ങനെ ആകാതിരിക്കട്ടെ നമ്മൾ. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്ത് നന്ദി പറയുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ആട്ടിടയനാവുന്നു കർത്താവേ. ഈ ആട്ടിടയിൽ നിന്ന് തന്നെ വേണം കർത്താവ് ഞങ്ങൾക്ക് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി. അങ്ങനെ നിന്ന് ഞങ്ങൾക്ക് ഒരു കാലത്തും പിറകോട്ടും ചലിക്കേണ്ട, അങ്ങോട്ടും പോകേണ്ടതില്ല കർത്താവ്. ഇസ്രായേൽ മക്കളോട് പറഞ്ഞ പോലെ അങ്ങയുടെ പ്രമാണങ്ങളും ചട്ടങ്ങളും റൂളുകളും എല്ലാം പ്രമാണിച്ച് നടക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തന്നെന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങളുടെ ഉള്ളിൽ റിച്ച് ആയിട്ട് ജൊല്ലിയിട്ട് കർത്താവിലോട്
താങ്ക് യു ജീസസ് മാസ്റ്റർ. കർത്താവ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിനാമേ. ഇത് കേട്ട തന്നെ ദൈവത്തിനാമത്തിൽ മഹത്വം.